നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു സിമ്പിൾ കറിയാണ്. ഈ കറിയിലേക്ക് പരിപ്പും തേങ്ങയും തൈരും ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇതിനായി കുമ്പളങ്ങ 1/4 കിലോ എടുത്ത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് ജീരകവും 2 വറ്റൽമുളക്, ചുവന്ന മുളക് മുറിച്ചതും ഇട്ട് കൊടുക്കുന്നു. പിന്നീട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. അടുത്തതായി തക്കാളി ചേർക്കണം. 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് നന്നായി ഇളക്കാം. തക്കാളി വെന്ത് വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്തു. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. ഈ സമയത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഉപ്പും നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ഇതിലുണ്ട്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് സ്റ്റവിൽ നിന്നും ഇറക്കി വയ്ക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇതിലേക്ക് തൈരിൻ്റെയോ പരിപ്പിൻ്റെയോ അതുപോലെ നാളികേരത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.